ഹായ്, എല്ലാവർക്കും ദേവിക് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. ഞാൻ ആദ്യമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് തലമുടിയൊക്കെ വെച്ച് കെട്ടുന്നതാണ്. ഇപ്പോൾ മണികണ്ഠൻ എൻ്റെ പുറകെ കിടന്ന് നല്ല ഉറക്കമാണ്. മണികണ്ഠൻ തന്നെ ഉണ്ടോ? മണികണ്ഠൻ നല്ല ഉറക്കത്തിലാണ്. മണികണ്ഠനെ ഉണർത്താതെ എന്നിട്ട് ഞാൻ ചായക്ക് വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ തന്നെ അപ്പം ഉണ്ടാക്കാനുള്ളത് വെച്ച് ചായ ഒരുമിച്ചെടുക്കുക. എൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മ രണ്ട് ചോദിച്ചാൽ അമ്മയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തോ എന്നോട് പറഞ്ഞു. ഞാൻ ചായ റസ്കും കഴിച്ചു. രാവിലെ ഞാൻ എന്തെങ്കിലും കഴിക്കും ചായയുടെ കൂടെ. പിന്നെ അരി ഇളപ്പിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അരി ഉച്ചക്കത്തേക്ക് കൂമ്പ് തോരൻ വെക്കാമെന്ന് ചോദിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂമ്പ് തോരൻ വെക്കാൻ കൂമ്പരിഞ്ഞത്, കൂമ്പും ചക്കക്കുരുവും ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് കൂമ്പരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ വീഡിയോക്കകത്തൊന്നും ഞാൻ ചിരിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുമായതുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, ചിരിക്കാനും എടുക്കലൊക്കെ. പിന്നെ കൂമ്പരിഞ്ഞതിനകത്തിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരട്ടി വെക്കുന്നത് നല്ല. അല്ലെങ്കിൽ പെട്ടെന്ന് കൂമ്പ് നമ്മൾ അരിഞ്ഞ് വെച്ച് കൂമ്പ് കറുത്ത് പോകും. അങ്ങനെ കറക്കാതിരിക്കാനും വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പരട്ടി വെക്കുന്നത് നല്ല. പിന്നെ കൂമ്പ് തോരനുള്ള തേങ്ങയാണ് തിരുമ്മുന്നത്. പിന്നെ ചക്കക്കുരു എടുത്ത് അത് പൊളിച്ചതിൻ്റെ കൂടെ ഇടാനും വേണ്ടി. കുരു മാത്രമല്ല, തൊമര ഇടാം, ചെറുപയറിടാം, വൻപയറിടാം. ഇതെല്ലാം കൂമ്പ് തോരൻ്റെ കൂടെ നല്ലതാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ വാഴക്കൂമ്പെന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ കൂമ്പിന് എന്തോ പേര് പറയുന്നതെന്ന് പറയാം. അങ്ങനെ ചക്കക്കുരു എല്ലാവരും പൊളിച്ച് അത് അരിഞ്ഞുകൊണ്ടിരിക്കുക. ചക്കക്കുരു എല്ലാം അരിഞ്ഞ് അടുത്ത് നമുക്ക് അരപ്പിന് വേണ്ടി വെളുത്തുള്ളി, തേങ്ങ. വെളുത്തുള്ളി വലിയ കഷ്ണമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടത്. കുഞ്ഞിതാണെങ്കിൽ 2-3 വേണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, ഇതിലേക്ക് ചേർത്തെടുക്കാം. അന്നേരം മണികണ്ഠൻ കരഞ്ഞു. മണികണ്ഠൻ എണീറ്റ് മണികണ്ഠൻ്റെ അടുത്തോട്ട് വന്നേ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ ക്യാമറയിലോട്ട് എടുപ്പം നോക്കും. കണ്ടോ, നോക്കണ്ടോ? ഇതുവരെ അങ്ങനെ എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ. മണികണ്ഠനും ക്യാമറയിലോട്ട് തന്നെ നോക്കിയിരിക്കും. അത് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ചക്കുരു വേവിക്കാൻ വെക്കാം. ചക്കുരുവിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് വേണം വേവിക്കാൻ വെക്കാം. നമ്മുടെ അരിയുടെ പിരി വെക്കാനുള്ള വിറകെടുക്കാൻ വന്നതാണ്. നമുക്ക് കടുക് വറുത്ത് കരിയാപ്പിലയിട്ട് കൂമ്പ് തോരൻ വെക്കാൻ കൂമ്പിട്ട് കൊടുക്കാം. നമുക്ക് ശകലം ഉപ്പൂടിട്ട് ഇളക്കി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചക്കക്കുരു വെന്തായിരുന്നു, അത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചത്. അത് വെന്ത് ഏകദേശം ആകുമ്പോൾ നമുക്കിനി അതിനകത്തോട്ട് അരപ്പിടാം. അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പിട്ട് കൊടുക്കുക അതിനകത്തോട്ട്. നമ്മൾ ചതച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് വേവിച്ച് വെച്ച ചക്കക്കുരുവും കൂടെ അതിനകത്തിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി
നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായിരിക്കുന്നു. ഇനി നമുക്കൊരു കറി വെക്കാം. കിഴങ്ങും സവാളയൊക്കെ ഇട്ട് പച്ചയരച്ച കറി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടെല്ലാം കിഴങ്ങും സവാളയെല്ലാം പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുക. പൊളിച്ചതിൻ്റെ വേസ്റ്റൊക്കെ തൂത്ത് മാറ്റിയത്. ഇനി നമുക്കത് നല്ലപോലെ കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുക. പ്രത്യേകം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടി നമ്മളതിട്ട് തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മസാല, നമ്മുടെ പെരുംജീരകമൊക്കെ പൊടിച്ച് മസാല അവിടെ ചേർത്ത് നല്ലപോലെ കുഴമ്പ് പോലെ അരച്ചെടുക്കണം. കഷ്ണമൊക്കെ വെന്തപ്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അരപ്പ് നമുക്ക് അതിനകത്തോട്ടിട്ട് കൊടുക്കാം. കറിക്കുള്ള കടുക് വറുക്കാൻ തുടങ്ങുക. കടുകും കരിവേപ്പിലയും കൊച്ചുള്ളി ചേർത്താൽ കടുക് വറുക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുക. അതൊക്കെ ആക്കിയൊരു കളർ കിട്ടും. ശകലം മുളക് പൊടി, അല്ലാതെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്ന കളർ കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മണിയണ്ടോ മണിയണ്ടോ ആരെ പൊട്ടിയത്? അമ്മച്ചി സുണ്ണൻ്റെ പൊട്ടിയാണോ? അമ്മച്ചി സുണ്ണൻ്റെ പൊട്ടിയാണോ?
സിറ്റൗട്ടെല്ലാം ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഉറക്കമായിരുന്നു. ആളൊക്കെ തൂക്കുന്നത് എടുത്തു, പക്ഷേ അതിനകത്ത് ഇടാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ തുണി കഴുകാനിരിക്കുന്നുള്ളൂ, കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ പറഞ്ഞ് വെച്ചേക്കുക. കട്ടിലൊക്കെ വൃത്തിയാക്കി ഇടുക, ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് അപ്പോഴത്തേക്ക് തുണിയെല്ലാം കഴുകി കഴിഞ്ഞായിരുന്നു. അപ്പം അതെടുത്തുകൊണ്ട് വന്നു. അത് കൊണ്ടുവന്ന് വിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ മുറ്റം തൂക്കാൻ ഇറങ്ങി. മുറ്റം തോനെയുണ്ട് കേട്ടോ. സൈഡിലൊന്നും വലുതായിട്ടില്ലെങ്കിലും ഫ്രണ്ടിൽ ഇച്ചിരി തോനെ മുറ്റമുണ്ട് തൂക്കാനും വേണ്ടി. അപ്പോൾ തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിനകത്ത് പകുതി ഭാഗത്തും ഒന്നും അനങ്ങാതിരിക്കുന്നത് ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് കൂട്ടിക്കും. ആദ്യമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ. ഇതൊക്കെ അത് ശീലമാക്കിയെടുക്കാം. ഇപ്പുറത്തെ സൈഡിലോട്ട് തൂക്കാൻ വന്ന് ഈർക്കിച്ചൂലുണ്ട്, പക്ഷേ ഈ ചൂലും കൊണ്ട് പിന്നെ അങ്ങ് തൂക്കുന്നേ. ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആയില്ല, അപ്പം 3 മാസമായില്ല. അതുകൊണ്ട് നോക്കുന്ന ചൂല് വെച്ച് അങ്ങ് തൂക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഈ നമ്മൾ കുരുമുളക് പൊടിയിൽ നിന്ന് കുരുമുളക് വീണാണ്. അതെടുത്തുകൊണ്ട് വേറെ കുരുമുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തിട്ട് എല്ലാം വാരിക്കൊണ്ട് കളയാം. ഇപ്പുറത്തെ സൈഡ് എണ്ണം പറയില്ലേ കുറച്ചേ ഉള്ളത്, ഈ സൈഡ് വീതി കുറഞ്ഞ്, അതുകൊണ്ട് പെട്ടെന്ന് തൂത്ത് കഴിയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഈർക്കിൽ ചുരുണ്ട് കുറച്ചിടെ ഉള്ളത് കണ്ട്. അപ്പുറത്തോട്ടൊക്കെ തൂക്കാനുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇത്ര വീഡിയോ എടുത്തില്ല. പിന്നെ കയ്യൊക്കെ കഴുകി അകത്തോട്ട് പോവാം. പിന്നെ ഒരുപാട് ജോലിയെല്ലാം ഒതുങ്ങി കുളിച്ചിട്ട് വന്ന് സുന്ദരിയാവുക. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ മാമഅർത്തിൻ്റെ ക്രീമാട്ടോ ഉപയോഗിക്കുന്നത്. എല്ലാ ക്രീമും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, മുഖക്കുരു വരും. അതുകൊണ്ട് ഞാൻ മാമഅർത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ക്രീമൊന്നും ഉപയോഗിക്കത്തില്ല, ഇപ്പം മാമഅർത്തിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അത് മുഖത്തേക്കും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൗഡറിട്ട്
കണ്ണൊക്കെ എഴുതി. സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിരിവെഴുതുന്നുണ്ട്. ഇത് നമ്മുടെ മണികണ്ഠൻ ഉണർന്ന് കിടക്കുക കേട്ടോ. അപ്പുറത്ത് അമ്മയുണ്ട് അടുത്ത്. ഇതെൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. അങ്ങനെയല്ല നമ്മുടെ മണികണ്ഠൻ വന്നേ. ഇയാൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മൊബൈലിലോട്ട് തന്നെ നോക്കും, കണ്ണെടുക്കാതെ നോക്കിയിരിക്കുക. പിന്നെ ചോറുണ്ടെന്ന വീഡിയോ ഒന്നും എടുത്തില്ല, മുട്ട മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ചായയൊക്കെ കുടിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അരി അരയ്ക്കാനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അവിടുന്ന് കള്ള് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം കള്ളൊഴിച്ചപ്പം ഉണ്ടാക്കാനും വേണ്ടി, വെള്ളപ്പം ഉണ്ടാക്കാനും വേണ്ടി അരി അരച്ചുകൊണ്ടിരിക്കുക. അരിയും പിന്നെ തേങ്ങ, ശകലം ചോറും ഇട്ടരയ്ക്കും. പിന്നെ നമ്മുടെ കള്ളൊഴിക്കും, ഈസ്റ്റ് വെള്ളത്തിൽ കൂട്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈസ്റ്റ് കുറച്ചേ ഒഴിക്കത്തുള്ളൂ, ശകലം. പിന്നെ കള്ളൊരു ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. നാളെ കള്ളപ്പം ഉണ്ടാക്കാൻ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടുള്ളതിൻ്റെ ഒത്തിരി പോരായ്മകളുണ്ട്, ഒക്കെ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ടാറ്റ. മോർണിംഗ് ഗുഡ് നൈറ്റ്.